ഓഫീസ് ആദരണീയനായ ശ്രീ PM മാത്യു XMLA നിർവഹിക്കുകയാണിപ്പോൾ. തിരഞ്ഞെടുപ്പ് പരിപാടികൾക്കെല്ലാം തുടക്കം കുറിക്കുന്ന മഹാസമ്മേളനവിധ മധ്യപ്രദേശി അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ആദരണീയനായ നഗരിൽ നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ആരംഭിക്കുകയാണ്. താളത്തിൽ ഇണത്തിൽ മുങ്ങിപ്പൊങ്ങി തൊഴിലിറങ്ങ പ്രഭാത പൊലിന പ്രസരിപ്പിക്കാതെ ജനാധിപത്യ കടുത്തിരത്തിലുള്ള വികസനത്തിന്റെ രാജശില്പി ജനാധിപത്യ കടുത്തിരത്തിലുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പോൾസ് ജോസഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കെല്ലാം തുടക്കം കുറിക്കുന്ന മഹാസമ്മേളനം ആയിരക്കണക്കായ മനുഷ്യ ശിരസ് കണ്ടു നിൽക്കുന്ന മഹാസമ്മേളനം ഇതാ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. കേരള വിദ്യാർത്ഥി യുവജന വർഗങ്ങളുടെ തീവാറുന്ന അവകാശ സമര പോരാട്ടങ്ങളുടെ ഈ ചൂളയിൽ നിന്ന് ഊതിക്കാച്ചിയ പൊന്നുപോലെ തെളിച്ചുവന്ന ജനനായകൻ അഡ്വക്കേറ്റ് പോൾസ് ജോസഫ് തുമ്പപ്പൂവിന്റെ ശുദ്ധിയും തുളസിക്കതിരിന്റെ പരിശുദ്ധിയും മഞ്ഞുതുള്ളിയുടെ സുഗന്ധവുമായി ഈ നാടിന്റെ പ്രിയങ്കരനായ ജനനായകൻ അഡ്വക്കേറ്റ് പോൾസ് ജോസഫിന്റെ വിജയം ജനാധിപത്യ കടുത്തുരത്തിലെ വിജയമാണെന്ന് ഉറക്കെ വിളിച്ചറിയിക്കുന്ന മഹാസമ്മേളനമിതാ കടുത്തുരത്തിയിൽ അധ്വാന വർഗത്തിന്റെ പടനായകൻ പടത്തലവൻ ശ്രീ KM മാണി സാർ അങ്കുലീപരമായി നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ നാടിനെ അറിയുന്ന ഈ നാടിന്റെ ദീനവിലാപങ്ങളെയും മൗനനൊമ്പരങ്ങളെയും സ്വന്തം നെഞ്ചിൽ ഇടിപ്പൂടാക്കി മാറ്റിയ ഈ നാടിന്റെ നായകൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ ജോസ് കെ മാണി MP ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം റെയിൽവേ ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ച ജോസ് കെ മാണി MP ആണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാം പേരിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാന്യനായ ചെയർമാൻ UDF-ന്റെ ശക്തനായ സാരഥി ശ്രീ KM മാണി സാറിനെ കടുത്തുരുത്തി നിയോജകമണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. മാത്തച്ഛനോട് ചോദിച്ചു, മാത്തച്ഛ ഇതെന്താണിത്? അപ്പൊ മാത്തച്ഛൻ പറഞ്ഞു കൺവെൻഷനാണ്. ഞാൻ പറഞ്ഞു ഒരു പൊതുയോഗമല്ലേ നടത്തേണ്ടിയിരുന്നത്? ഇത് സ്നേഹിതരെ കടുത്തിരുത്തി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകടനം. ഇത് ഇടതുപക്ഷക്കാര് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാർ ആയുധം താഴെ വെക്കും. നാളെ നോമിനേഷൻ പേപ്പർ ഇടതുപക്ഷം പിൻവലിക്കും എന്നാണ് എന്റെ. ഇതിൽ കൂടുതൽ എന്താ? ഒരു കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്നേഹിതരെ, എനിക്ക് വാസ്തവത്തിൽ സങ്കടം തോന്നിപ്പോവുകയാണ്. ഇപ്പം നമ്മളോടുകൂടി ഈ സ്റ്റേജിലിരുന്ന് ഞാൻ സംബോധന ചെയ്യേണ്ട, നമ്മൾ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടുകൂടി നോക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊരു ചിന്ത എന്തിന് നമ്മുടെ സ്റ്റീഫൻ ജോർജിന് ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ
ഈ അടുത്ത ദിവസം ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് സ്റ്റീഫൻ ജോർജ് വീട്ടിൽ വന്നിരുന്നു. ഞാൻ സ്റ്റീഫനോട് പറഞ്ഞു, സ്റ്റീഫ ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സ്റ്റീഫൻ ഒരിക്കലും അങ്ങനെ ഒരു ദുർചിന്ത മനസ്സിലുണ്ടാകാൻ പാടില്ല. എന്നോട് പറഞ്ഞു, മനുഷ്യരെ അങ്ങനെയൊന്നുമില്ല എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനൊട്ട് വിശ്വസിച്ചുമില്ല. കാരണം അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം എന്താ? ഇങ്ങനെ സ്റ്റീഫൻ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഈ സ്ഥാനാർത്ഥിത്വം വലിയ കാര്യമാണ്. സ്ഥാനാർത്ഥിത്വമല്ലല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ജനങ്ങളുടെ ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുക, ജനസേവനത്തിലൂടെ കിട്ടുന്ന ജനപ്രീതിയ ഏറ്റവും വലുതായിട്ടുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്ന സ്റ്റീഫൻ ജോർജിനോടും അവസരം കിട്ടിയ ഒരാള്, ചെറുപ്പത്തിലെ സ്റ്റീഫൻ ജോർജിനോടും അവസരം കിട്ടിയ ഒരാള് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വളരെ വാത്സല്യത്തോടു കൂടിയാണ് സ്റ്റീഫൻ ജോർജിനെ കണ്ടത്. എല്ലാ അവസരങ്ങളും കിട്ടിയ അവസരങ്ങളെല്ലാം സ്റ്റീഫൻ ജോർജിനെ കൈ കൊടുത്ത് ഞാൻ ഉയർത്തുകയാണ് ചെയ്തത്. ഞാൻ ചെയർമാൻ ആയിരുന്നപ്പോൾ, ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സ്റ്റീഫൻ ജോർജിനെ KSCയുടെ പ്രസിഡന്റാക്കി, യൂത്ത് ഫണ്ടിന്റെ പ്രസിഡന്റാക്കി. അത് കഴിഞ്ഞ് ജില്ലാ കൗൺസിൽ മെമ്പറായി നിങ്ങൾ തെരഞ്ഞെടുത്തു. ജില്ലാ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റായി നിങ്ങൾ തെരഞ്ഞെടുത്തു. സ്റ്റീഫൻ ജോർജിനെ കടുത്തിരുത്തിയുടെ MLA ആയി, വളരെ കൊച്ചുമിടുക്കനായ ഒരു MLA ആയി കടുത്തിരുത്തിക്കാർ തെരഞ്ഞെടുത്തു. എനിക്ക് വലിയ സന്തോഷം, എന്റെ ജീവിതത്തിലെ വലിയ സന്തോഷമായിരുന്നു സ്റ്റീഫൻ ജോർജിനെ MLA ആയി തെരഞ്ഞെടുത്തത്. രണ്ടാമത് വീണ്ടും സ്റ്റീഫൻ ജോർജിന് നമ്മൾ അവസരം കൊടുത്തു കടുത്തിരുത്തിയിൽ. സ്റ്റീഫൻ ജോർജ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഞാനിതിന് കുറ്റം പറയില്ല, തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും. പക്ഷെ പരാജയപ്പെട്ടത് പാർട്ടിയുടെ കുറ്റമാണോ? പാർട്ടിയെപ്പറ്റി എന്ത് പരാതി സ്റ്റീഫൻ ജോർജിന് പറയാനുണ്ട്? സ്റ്റീഫൻ ജോർജ് പരാജയപ്പെട്ടതിന് ശേഷം സ്റ്റീഫൻ ജോർജിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കി. ഇനി എന്ത് പരാതി പറയാനുണ്ട് സ്റ്റീഫൻ ജോർജിന്? ആകെ പരാതി പറയാനായിട്ടുള്ളത് സ്റ്റീഫൻ ജോർജിന് ഇത്തവണ നിൽക്കാൻ ടിക്കറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, സ്റ്റീഫൻ ജോർജിന് എങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ കഴിയും? കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജാണ് മത്സരിച്ചത് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ സ്റ്റീഫൻ ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ MLA ആയത്, ഇവിടുത്തെ ജനങ്ങൾ ജനവിധി നൽകിയത്, ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത് സാക്ഷാൽ ഇവിടെ ഇരിക്കുന്ന മോൻസ് ജോസഫിനെയാണ്. മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തുവാൻ ഞാൻ ഇവിടെ വന്ന് മോൻസ് ജോസഫിനെതിരായി പ്രസംഗിച്ചതാണ്. എനിക്ക് വ്യക്തികളൊന്നുമില്ല, എനിക്ക് പാർട്ടിയും എന്റെ പ്രസ്ഥാനവും മാത്രമേ ഉള്ളൂ. അതിനുശേഷം മോൻസ് ജോസഫ് മന്ത്രിയായി, നല്ലൊരു മന്ത്രി എന്നുള്ള പേരാർജിച്ചു. ഇതാ നല്ലൊരു MLA, മോൻസ് ജോസഫിനെ പോലെ തന്നെ യോഗ്യനായ നല്ലൊരു MLA കടന്നു വരുന്നു. കേരള കോൺഗ്രസിന് ഏറ്റവും പ്രിയങ്കരനായ, തിളക്കമേറിയ, കേരള കോൺഗ്രസിന്റെ അഭിമാനമായ ഏറ്റുമാനൂർ MLA പ്രിയമുള്ള ചാഴികാടൻ കടന്നു വന്നിരിക്കുന്നു. UDFന്റെ ഏറ്റവും പ്രിയങ്കരനായ MLA. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയായി. അങ്ങനെ ഇരിക്കുകയാണ് കേരള കോൺഗ്രസുകളുടെ ഐക്യം ഞങ്ങൾ ആഗ്രഹിച്ചത്. മോൻസ് ജോസഫ് ഒരു സഹോദര പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടി, ഈ മോൻസ് ജോസഫ് നമ്മൾ ഒന്നായിരുന്നല്ലോ. രണ്ടായിട്ട് ഭിന്നിച്ചു നിന്നപ്പോൾ PJ ജോസഫ് 23 വർഷമായി കേരള കോൺഗ്രസുമായി, കേരള കോൺഗ്രസ് Jയും കേരള കോൺഗ്രസ് Mഉം തമ്മിൽ പോർ വിളിച്ച് പരസ്പരം മത്സരിച്ച് യുദ്ധം ചെയ്ത് കേരളത്തിൽ യുദ്ധം ചെയ്ത 2 കക്ഷികളാണ്. പക്ഷെ കേരള കോൺഗ്രസിന്റെ ജനങ്ങൾ ആഗ്രഹിച്ചു ഈ 2 കക്ഷികൾ ഒന്നാകണം എന്ന്. നീതിബോധമുള്ള ആളിന് കഴിയുമോ? കേരളത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയമാണ് നമ്മളെല്ലാവരും. ഇനി രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ മോൻസ് ജോസഫ് ഇപ്പൊ MLA ആണെന്നുകൊണ്ട് കാലാകാലം ഇവിടെ MLA ആയിരിക്കണമെന്നുണ്ടോ? ഉണ്ടോ? മോൻസ് ജോസഫ് പറ, മുഖത്ത് നോക്കി പറ, ഇത് നോക്കി.
കാലാകാലം MLA ആയിരിക്കണമെന്നുണ്ടോ? സ്റ്റീഫൻ ജോർജ് അടുത്ത തവണ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ആർക്കറിയാം, മോൻസ് ജോസഫിന് ഒന്നെങ്കിൽ വേറൊരു മണ്ഡലത്തിലേക്ക് മാറും, അല്ലെങ്കിൽ സ്റ്റീഫൻ ജോർജ് വീണ്ടും ഇവിടെ MLA ആയി വരും. ആർക്കറിയാം? ഇതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാ. ഇതൊക്കെ രാഷ്ട്രീയം ഓരോ ചാൻസുകളായതാ. നമ്മുടെ കുര്യൻ ജോയി കടന്നു വന്നിരിക്കുന്നു. സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് രാഷ്ട്രീയമല്ലല്ലോ ഇവിടെ പറയേണ്ടതെന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോള് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്തെ കാര്യത്തെ സംബന്ധിച്ച്. അപ്പൊ ഒരു കാര്യം ഓർത്താ മതി, നമ്മളാരും ഈ സ്റ്റീഫൻ ജോർജിനോട് ഒരു ദ്രോഹവും ചെയ്തില്ല. നമ്മളാരും ആരെയും ദ്രോഹിച്ചില്ല, നമ്മളാരെയും അവഗണിച്ചില്ല. നമ്മള് മോൻസ് ജോസഫ് ഇവിടുത്തെ MLA ആയി വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക പരിണാമം മാത്രമാണ്. സ്വാഭാവിക പരിണാമത്തിലൂടെ ഇവിടെ MLA ആയതാ. വല്ല സംശയമുണ്ട്? അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനായിരുന്നു. ഒറ്റ ദുഃഖമുണ്ട് എനിക്ക്. സ്റ്റീഫൻ ജോർജ് ഇന്ന് ഈ അവസരം പാഴാക്കിയല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ നിൽക്കുന്ന 10,000 സ്റ്റീഫൻ ജോർജിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച ആളുകളാ. ഈ 10,000 ഉപേക്ഷിച്ച് ചുമ്മാ ഈ ഇടതുപക്ഷക്കാരന്റെ കൂടെ പോയല്ലോ എന്ന് മാത്രമുള്ള ദുഃഖമേ എനിക്കുള്ളൂ. അതുകൊണ്ട് വേറൊന്നും എനിക്ക് പറയുവാനില്ല. നമുക്കത് പോട്ടെ, നമുക്കത് വിസ്മരിക്കാം. വേറെ നമുക്ക് വ്യക്തിപരമായ ഒന്നുമില്ല. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സ്റ്റീഫൻ ജോർജിനോട് ദ്രോഹം കാണിച്ചു, അവഗണിച്ചു, ദ്രോഹിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ പ്രചരണം നടത്തുമ്പോൾ ആരെങ്കിലും 10 പേര് അയ്യോ അങ്ങനെ ചെയ്തോ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് വിശ്വസിച്ചു പോയി എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി മാത്രം, അതിൻ്റെ ഒരു കടമയായതുകൊണ്ട്. കാരണം ഈ മൈക്ക് ടൗണിലെല്ലാം കെട്ടിയിട്ടുണ്ട്. ഞാൻ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് കണ്ട് പറയുന്നുള്ളൂ. വേറെ വ്യക്തിപരമായി ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഈ സ്റ്റീഫൻ ജോർജിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും എനിക്ക് അവനോട് വാത്സല്യമുണ്ട്. ഇപ്പോഴും അവൻ നന്നായി വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് എന്തു വേണം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം വാശിയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫിനെ 2 ചിഹ്നത്തിൽ മുദ്ര കുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. എനിക്ക് തോന്നുന്ന ഞാൻ മോൻസിനോട് പറയാം, എനിക്ക് അസൂയുണ്ട് മോൻസിനോട്. അസൂയ എന്ന് പറയുന്നത്, മോൻസ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പോകുന്നത് മോൻസ് ജോസഫ് ആയിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.